നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുപല്ലവി. യെസ് മാം. അനുപല്ലവി താമസിക്കുന്നത് എവിടെയാ? പട്ടം നഗർ. എന്ന് വെച്ചാൽ മിനിസ്റ്റേഴ്സും MLA-മാരും ഒക്കെ താമസിക്കുന്ന VIP ഏരിയ അല്ലേ? അതെ മാം. അവിടെ കുടിവെള്ളം മുടങ്ങാറുണ്ടോ? ഇല്ല മാം. അവിടുത്തെ വീടുകളിലൊക്കെ പട്ടിക്കോട് കഴിയുന്നതും ഗാർഡൻ നനയ്ക്കുന്നതൊക്കെ നഗരസഭയുടെ കുടിവെള്ളം കൊണ്ടാണ് മാം. മിസ്റ്റർ ACP, മാഡം എസ്കോർട്ട് റെഡിയല്ലേ? വി ആർ ലീവിംഗ്. റെഡിയാണ് മാഡം. അപ്പോ എല്ലാവരോടുമായി നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും, ഒരു സഹോദരിയെ പോലെ. മാഡം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് പരാതിയാണോ പരിഭവമാണോ എന്ന് എനിക്കറിയില്ല. ഇതിവിടെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്നും അറിയില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമാ മാഡം. പള്ളിനീരാട്ടിനെന്നല്ല, ഭഗവാനുള്ള തേവാരത്തിന് പോലും ശുദ്ധജലം കിട്ടാനില്ല. കുഞ്ഞുങ്ങൾ ചെളിവെള്ളം അരിച്ചെടുത്ത് കുടിവെള്ളമാക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്തിന് തേവാരവും പള്ളിനീരാട്ടും? കോർപ്പറേഷൻ വാർഡാണ് മാം. പെണ്ണെ, പറയുമ്പോ മുഴുവൻ പറയണം. കോർപ്പറേഷൻ വാർഡാന്ന് പറഞ്ഞാ അത് ഏതാണെന്ന് കൂടെ പറയണം. ഇതേ കോളനി വാർഡാ. കോർപ്പറേഷൻ വാർഡിൽ നിന്ന് ജയിച്ചതേ സരോജ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങോട്ട് എന്തേലും ഉണ്ടാക്കി തരണമെങ്കിലേ അത് സരോജ മെമ്പർ ഉണ്ടാക്കി തരേണ്ടത്. എന്റെ വാർഡാണെന്നുള്ള കാര്യം സമ്മതിച്ചു മാഡം. അതുകൊണ്ട് തന്നെയാ ഈ ഗതികേട് ഈ നാട്ടുകാർക്ക് വന്നതും. അതുകൊണ്ട് രാജിവെച്ച് ഒഴിയാൻ ഞാൻ തയ്യാറാ. കണ്ടോ കണ്ടോ, പ്രതിപക്ഷത്തിന്റെ പിടിപ്പേട് കണ്ടോ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ തുറന്ന് കാര്യം സമ്മതിച്ചപ്പോ എല്ലാവർക്കും കാര്യം ബോധ്യമായല്ലോ. ഇതാ പറയുന്നത്, കാര്യം അറിയാതെ കോർപ്പറേഷന്റെയും മേയറുടെയും മുതുകത്ത് കയറാൻ വരരുതെന്ന്. അടിപൊളി. സുസ്മിത റീലോഡഡ്. ചുമ്മാ ഒന്ന് കീ കൊടുക്കേ വേണ്ടിയിരുന്നുള്ളൂ. ഇത് നേരത്തെ ഞാൻ ചെയ്യേണ്ടായിരുന്നു. ഇനി ഈ ജനങ്ങളുടെ മൊത്തം മുമ്പിൽ കളക്ടർ വേടെ ചമ്മി നാറി നാണം കിടന്നത് കൂടി എനിക്ക് കാണണം. അവളൊരു ചങ്കത്തി. ഇപ്പൊ പറഞ്ഞതൊരു ശരിയായ മറുപടി അല്ലല്ലോ സരോജ മെമ്പറെ. ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ല ജീവിത നിലവാരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രതീക്ഷയില്ല ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്രയും കാലം ആ അധികാരം നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിച്ച ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നടപ്പാക്കാതെ രാജിവെച്ച് പൊയ്ക്കൊള്ളാന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയാണോ മെമ്പറെ? പ്രതിപക്ഷ നേതാവായും വാർഡ് മെമ്പറായും കിട്ടുന്ന അധികാരമൊന്നും ഞാൻ വിനിയോഗിച്ചിട്ടില്ല മാഡം. ചൈന കോളനിയിലെ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ മാത്രമാണ് ഞാൻ. പവർ കാട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ മെമ്പറായത്. തിരുമേനി പറഞ്ഞില്ലേ, ചെളിവെള്ളം അരിച്ചെടുത്ത് കുടിവെള്ളം ആക്കുന്ന കുട്ടികളെ പറ്റി. ആ കൂട്ടത്തിൽ പെട്ടവരാ മേഡം എന്റെ കുട്ടികളും. സരോജ മെമ്പറായത് അവർക്ക് വേണ്ടിയാ. ഒരുപാട് പേര് കോളനിക്കാർ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആരും കോളനിക്കാർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ല. മാഡം പറഞ്ഞതുപോലെ അധികാരത്തിന്റെ സ്വാതന്ത്ര്യ അവകാശമൊക്കെ വിനിയോഗിച്ചെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് കോളനിയിൽ നിന്ന് ഒരു മെമ്പറുണ്ടായ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി ഇലക്ഷന് മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ. പക്ഷേ അതുകൊണ്ടൊന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ തോറ്റുപോയി മാഡം. രാജിവെച്ച് പൊയ്ക്കോളാം മാഡം. എന്നോട് ക്ഷമിക്കണം. മെമ്പർ കാര്യം വ്യക്തമായി പറയേ. കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ കുട്ടികൾ മണ്ണിൽ കുഴികുത്തിയാൽ അവിടെ ഉപ്പുവെള്ളം. അതാണ് മാഡം കോളനിക്കാരുടെ പ്രശ്നം.
ചുറ്റും കായലാണ്. ഒരു കൈക്കുമ്പിള് കുടിക്കാൻ പോലും ഉതകത്തില്ല. കുടിവെള്ളം വേണമെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് പൈപ്പിടണം. സെക്രട്ടേറിയറ്റിലും വാട്ടർ അതോറിറ്റിയിലൊക്കെ കയറി ഇറങ്ങി ഫയലുകളുടെ ചുവപ്പുനാട എഴുപ്പിച്ച് അതിനുള്ള നടപടിയാക്കി റോഡ് കുഴിച്ച് പൈപ്പിട്ടു. പൊതു ടാപ്പുകളുടെയും വീടുകളിലേക്കുള്ള ടാപ്പുകളുടെയും കണക്ഷൻ റെഡിയാക്കി. ഇത്രയൊക്കെ ഞാൻ ചെയ്തു മാഡം. ഇനി വെള്ളം എത്തിച്ചാൽ മാത്രം മതി. അതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല മാഡം. അതെന്താ അങ്ങനെ? നഗരസഭയിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ ജലവിതരണം കോർപ്പറേഷന്റെ അധീനതയിലാ. നഗരസഭയുടെ ജലസംഭരണിയായ അണക്കര ഡാമിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. പക്ഷേ കോളനി വാർഡിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒപ്പ് വേണം. അതിന് നഗരസഭയുടെ ഉത്തരവ് വേണം. അതൊരിക്കലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് മാഡം. സരോജ മെമ്പറായ വാർഡിൽ പച്ചവെള്ളം കിട്ടാതെ ആൾക്കാർ ചത്താലും ജലവിതരണത്തിന് ഒപ്പിട്ട് കൊടുക്കില്ലെന്നാ മേയർ പറയുന്നത്. ആ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ അല്ല, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നത്? എനിക്കിത് നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല. അനുപല്ലവി, പറഞ്ഞതെല്ലാം കറക്റ്റാണ് മാം. പൈപ്പ് ലൈൻ കണക്ഷൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വർഷം 2 ഒരു ഓർഡറും ഒരു ഒപ്പും മാത്രമാണ് പ്രശ്നം. സുസ്മിത മേയർ കസേരയിൽ വെറുതെ കാലുനീട്ടിയിരിക്കുകയല്ല. നിയമപരമായി ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാ കൗൺസിൽ ഓർഡർ പാസ്സാക്കാത്തതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിടാത്തതും. 2 വർഷമായി മാറാത്ത തടസ്സം. അത് നമുക്കൊന്ന് മാറ്റണമല്ലോ മേയറെ. കളക്ടർ മാഡം കാര്യം അറിയാതെ ഹീറോയിൻ കളിക്കാൻ വരല്ലേ. അണക്കര ഡാമിൽ പട്ടിക്ക് നൊട്ടിനുണയാൻ മാത്രം തികയുന്ന വെള്ളം നഗരസഭയിലെ 100 വാർഡിലോട്ട് വീതം വെക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മേയറായ എനിക്ക് മാത്രം അറിയൂ. സുസ്മിത ശ്രീകൃഷ്ണനൊന്നും അല്ല, അണക്കര ഡാം അക്ഷയപാത്രവും അല്ല. വെള്ളമില്ല, അതാണ് പ്രശ്നം. അനുപല്ലവി. യെസ് മാം. അനുപല്ലവി താമസിക്കുന്നത് എവിടെയാ? പട്ടം നഗർ എന്ന് വെച്ചാ മിനിസ്റ്റേഴ്സും MLA-മാരും ഒക്കെ താമസിക്കുന്ന VIP ഏരിയ അല്ലേ? അതെ മാം. അവിടെ കുടിവെള്ളം മുടങ്ങാറുണ്ടോ? ഇല്ല മാം. അവിടുത്തെ വീടുകളിലൊക്കെ പട്ടിക്കോട് കഴുകുന്നതും ഗാർഡൻ നനയ്ക്കുന്നതൊക്കെ നഗരസഭയുടെ കുടിവെള്ളം കൊണ്ടാണ് മാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.